എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4 മണി പലഹാരം കൊണ്ട് തന്നെയാണ്. ഞാൻ എന്താ ഈ 4 മണി പലഹാരം കൊണ്ട് വരുന്നത് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഇപ്പൊ നമ്മൾ നോമ്പ് നടന്നുകൊണ്ടിരിക്കല്ലേ, അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും താല്പര്യമുള്ള ഇഷ്ടമുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാവരും, അതുകൊണ്ടാണ്, പിന്നെ ടേസ്റ്റിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 4 മണി പലഹാരം കൊണ്ട് വരുന്നത്. ഇന്ന് ഉണ്ടാക്കാൻ പോണത് തട്ടുകട സ്പെഷ്യൽ പരിപ്പ് വടയാണ് കേട്ടോ. പരിപ്പ് വട എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ചെറിയ ഇന്നൊരു ടച്ച്, സരിതയുടെ ഒരു ടച്ച് അതിൽ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് പരിപ്പ് വടയുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഓക്കെ, അതിനു മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ, അതിൽ ബെൽ ബട്ടന്റെ ഓൾ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വടപ്പരിപ്പ് 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതിൽ ഒട്ടും വെള്ളമില്ലാണ്ട് അറേഞ്ച് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ 2.5 കപ്പ്, ആ കപ്പിന് 2.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ചെറിയ ഉള്ളി ഒരു 20 എണ്ണം, ഒരു സവാള, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം, പിന്നെ ഒരു 4 പച്ചമുളക്, കറിവേപ്പില, ചുവന്ന മുളക് ഒരു 2-3 എണ്ണം, ഒരു ചെറിയ കഷ്ണം കായം, ആ കായത്തിൻ്റെ അധികം കൂടരുത്, ചെറിയൊരു പീസ് മതി. അതേപോലെ തന്നെ ജീരകം, പെരുംജീരകമാണ് വേണ്ടത് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ മുളക് ഇത്ര ഇടേണ്ട ആവശ്യമില്ല, ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് സവാള, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ, കൂടാൻ പാടില്ല. അതിൽ സവാളയൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളം കൂടുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തിട്ട് എടുക്കുക. അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി പരിപ്പ് അരയ്ക്കണ മുന്നേ ഒരു 2.5 ടേബിൾ സ്പൂണ് പരിപ്പ് മാറ്റി വെക്കണം, അരയ്ക്കാതെ. ഇനി ബാക്കിയുള്ള പരിപ്പ് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. പരിപ്പിൻ്റെ അരപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി നോക്കിയാൽ മതി. അതൊട്ടും പൊട്ടാണ്ട് കിട്ടുകയാണെങ്കിൽ, ഇങ്ങനെ പരത്തുമ്പോൾ പൊട്ടാണ്ട് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റായി എന്നാണ് അർത്ഥം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ഉണ്ടാവും. ഇതിങ്ങനെ പരത്തി നോക്കിയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടി അരച്ചത് അതിലേക്ക് ചേർക്കുക. അത് ഞാൻ ആദ്യമേ പറയാം, അത് വല്ലാണ്ട് അരക്കരുത്, ജസ്റ്റ് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. പിന്നെ പരിപ്പ് മാറ്റി വെച്ചത് അതിലേക്ക് ഇടുക. അത് വടക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് മാറ്റി വയ്ക്കുന്നത്. അതിനുശേഷം ചുവന്ന മുളക്, അതും ഇതേപോലെ തന്നെയാണ്, കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടണം തന്നെ ഇല്ല, 1 ഒക്കെ ഇട്ടാൽ മതി. ഇതിപ്പം ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇടണം, അല്ലെങ്കിൽ വട ഉണ്ടാക്കുമ്പോൾ അത് അത്ര കറക്റ്റായിട്ട് വരില്ല, വട അങ്ങനെ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ചെറിയതായിട്ട് മുറിക്കുക. അതിന് ശേഷം കായവും പെരുംജീരകവും ഉണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കടിക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് ഈ കൂട്ടിലേക്ക് ഇടുക. ഇനി പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി കുഴയ്ക്കുക. കൈ കൊണ്ട് തന്നെ കുഴയ്ക്കണം. നന്നായി കുഴച്ചിട്ട് ഉരുട്ടി നമുക്ക് വട ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ ചൂടായാൽ അതിലേക്ക് ഓരോ വട പരത്തിയിട്ട് അതിലേക്ക് ഇടാം. വെള്ളം അധികം ആവാണ്ട് നോക്കണം, അത്രേ നോക്കാവുള്ളൂ. ഒട്ടും വെള്ളമില്ലാണ്ട് വേണം നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ആ ഉള്ളി ഇതാക്കുന്നത് വളരെ ശ്രദ്ധിക്കണം, അധികം അരയാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ശ്രദ്ധിക്കാനുള്ളൂ. എണ്ണ ചൂടായോ നോക്കാം. എണ്ണ ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായി, അതിലേക്കൊന്ന് ഇടാം.
ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് നമുക്ക് എടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവണം. വട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് മറിച്ചിടാം. എല്ലാതും മറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതും ഇതേ കളറായി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വടയൊക്കെ ആയിട്ടുണ്ട്. നല്ല ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നല്ല കരുകരുപ്പായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. വടയും ചായയും ഈവനിങ്ങിൽ കഴിക്കാൻ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. വട എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അതിൽ എൻ്റെ ഒരു ടച്ച് വന്നിട്ടുള്ളത് കാരണം അതൊന്ന് ചെയ്ത് നോക്കൂ, എന്നാലറിയാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, അതേപോലെ പുറം ഭാഗം നല്ല കരുകരുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. കറക്റ്റ് മുളകും ഉപ്പും എല്ലാം ഉണ്ട്, നല്ല കരുകരുപ്പുണ്ട്. എല്ലാവരും ട്രൈ